റമളാൻ പുണ്യം. നോമ്പ് സൃഷ്ടിയും സ്രഷ്ടാവും മാത്രം അറിയുന്ന ആരാധന. തയ്യാറാക്കിയത് OPM മുത്തുക്കോയ തങ്ങൾ, മലപ്പുറം ഖാസി. നോമ്പിൻ്റെ സാമൂഹികവും മാനവികവുമായ സന്ദേശം വളരെ വലുതാണ്. മറ്റ് ആരാധനകളിൽ നിന്ന് പല വ്യത്യാസങ്ങളുമുണ്ട് നോമ്പിന്. സ്വകാര്യതയും ഉദ്ദേശ്യശുദ്ധിയുമാണതിൽ പ്രധാനം. ഒരാൾക്ക് നോമ്പുണ്ടോ ഇല്ലയോ എന്ന് പ്രത്യക്ഷത്തിൽ മറ്റാർക്കും അറിയില്ല. സൃഷ്ടിയും സ്രഷ്ടാവും തമ്മിലുള്ള സ്വകാര്യതയാണത്. പ്രകടനപരത തീരെയില്ലാത്ത ഏക ആരാധനയാണ് നോമ്പ്. ഇസ്ലാമിൽ നോമ്പ് നിർബന്ധമാക്കിയത് സൂക്ഷ്മതാബോധം വളർത്താൻ വേണ്ടിയാണെന്ന് ഖുർആൻ പറഞ്ഞതിൻ്റെ പൊരുൾ അതാണ്. ഒരു റംസാൻ മുതൽ അടുത്ത റംസാൻ വരെയുള്ള കാലം സൂക്ഷ്മതയോടെ ജീവിക്കാനുള്ള ഊർജമാണ് നോമ്പിലൂടെ വിശ്വാസികൾ നേടുന്നത്. തെറ്റായ വാക്കുകളും പ്രവൃത്തികളും ഉപേക്ഷിക്കാത്തവർ നോമ്പെടുത്തിട്ട് കാര്യമില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാലിന്യ മനസ്സുള്ളവരുടെ നോമ്പ് അസ്ഥാനത്താണെന്നാണ് നബിവചനം. സൃഷ്ടിയും സ്രഷ്ടാവും തമ്മിലുള്ള അഭേദ്യ ബന്ധത്തിൻ്റെ ശക്തമായ കണ്ണിയാണ് റംസാനിലെ പ്രാർത്ഥനകൾ. റംസാനിലെ വിവിധ നാളുകളിൽ നിർവഹിക്കേണ്ട പ്രത്യേക പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു നബി വചനത്തിൽ ഇങ്ങനെ കാണാം: അല്ലാഹു മലക്കുകളോട് ചോദിക്കുമത്രേ, മനുഷ്യരാരും പ്രാർത്ഥിക്കുന്നില്ലേ? ആവശ്യങ്ങൾ നിറവേറ്റാൻ ഞങ്ങൾ സന്നദ്ധനാണ്. റംസാനിലെ പ്രത്യേക നമസ്കാരമായ തറാവീഹിനെ വിശ്വാസികൾ കാണുന്നത് ഉള്ളുരുകി പ്രാർത്ഥിക്കാൻ പറ്റിയ സുവർണാവസരമായിട്ടാണ്.